ബലഹീനയുമായ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവാൾത്താരയിൽ എത്തിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിസ. ഞാൻ ഇടുക്കി ചേലച്ചുവട് ചുരുളി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 സെപ്റ്റംബർ 19 അതിനു മുമ്പ് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുമുണ്ട്. എങ്കിലും ഉടമ്പടി എടുക്കുന്നതിന് പേടിയായിരുന്നു. ഒത്തിരി നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ദിവസവും 3 ജപമാല അർപ്പിക്കുമായിരുന്നു. അതൊരു വലിയ കാര്യമായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ റിട്ടയർ ആയതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ അടുത്ത് അന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കുമൊക്കെ ആയിരുന്നു ജപമാല അർപ്പിച്ചിരുന്നത്. എന്നാൽ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് മാതാവിൻ്റെ മുമ്പിലിരുന്ന് ദിവസവും ധാരാളം ജപമാലകൾ അർപ്പിക്കുവാനും അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്കുകൾ 30 മിനിറ്റുകളൊക്കെ ഉള്ളത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് നിയോഗങ്ങൾ എഴുതുന്നതെന്ന് പെട്ടെന്നൊരു വ്യക്തതയില്ലായിരുന്നു. എൻ്റെ മോന് FMGE പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. അവന് ചൈനയിലാണ് MBBS പഠിച്ചത്. അപ്പം ഞാൻ ആദ്യത്തെ നിയോഗം അതാണ് വെച്ചത്. എല്ലാം ഭൗതികമായ നിയോഗങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അവന് 3 പ്രാവശ്യം എക്സാം എഴുതി. ഇൻറ്റേൺഷിപ്പ് നടക്കുമ്പോൾ തുടങ്ങി അവർക്ക് എക്സാം എഴുതാം. ആദ്യത്തെ എക്സാമിന് അവന് 7 മാർക്കിന് ഫെയിലായി. രണ്ടാമത്തെ എക്സാം പഠിത്തവും ഇൻറ്റേൺഷിപ്പും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് എഴുതിയത്. ആ ജൂലൈ മാസത്തെ പരീക്ഷയ്ക്ക് 5 മാർക്കിന് തോറ്റു. ഈ 2 പരീക്ഷയും അവന് വളരെ എളുപ്പമായിരുന്നു. ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു. വളരെ സങ്കടമായി. അന്ന് തുടങ്ങി എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടി. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ജനുവരി 10 ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. 12 ആയിരുന്നു മോൻ്റെ എക്സാം. ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ നിത്യാരാധന ചാപ്പലിൽ മാതാവിൻ്റെ അടുത്ത് വെച്ച് ഹാൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് അവിടെ അച്ഛൻ ഇരിക്കുന്ന കൗണ്ടറിൽ കൊണ്ടുപോയി ഈ ഹാൾ ടിക്കറ്റ് പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ കൊച്ചു എക്സാം എഴുതാൻ പോയി. എക്സാം മോർണിംഗ് സെഷൻ വളരെ ടഫായിരുന്നു. അപ്പം പോകുന്നതിന് മുമ്പ് ഉടമ്പടി കാശ് രൂപവും അതുപോലെ തന്നെ തേൻ കുടിപ്പിച്ചു കൊച്ചിനെ. തേൻ ഞാൻ 5 തുള്ളിയാണ് കൊടുത്തത്. എനിക്കറിയില്ല, എനിക്ക് മനസ്സിൽ തോന്നി ഈശോയുടെ 5 തിരുമുറുകൾ ഓർത്ത് 5 തുള്ളി തേൻ ഞാൻ കൊച്ചിന് കൊടുത്തു. അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ വരച്ചു. അവൻ എക്സാമിന് കയറിയപ്പോൾ ആ തൈലം തൊട്ട് മൗസലൊക്കെ വരച്ചു. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു. ആ ഫസ്റ്റ് സെഷൻ വന്നപ്പോൾ പറഞ്ഞു അപ്പടി പാടായിരുന്നു. സെക്കൻഡ് സെഷനും അവന് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉടമ്പടി തൈലം പപ്പ അവന് നെറ്റിയിൽ പുരട്ടിക്കൊടുത്തു, പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതി. ഭയങ്കര ടഫായിരുന്നു. അവന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞു അപ്പടി വിഷമമായിരുന്നു, ഒരു പ്രതീക്ഷയുമില്ല. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് കൊച്ചിനെ സഹായിക്കും. മനസ്സിൽ പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ മാതാവ് ആദ്യം എനിക്ക് 180 മാർക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് അത്രയും മാർക്കൊന്നും എൻ്റെ കൊച്ചിന് കൊടുക്കണ്ട, ജസ്റ്റ് പാസ് മതി. ഇല്ല എങ്കിൽ എൻ്റെ കൊച്ചിന് അവൻ പഠിച്ച 6 വർഷവും അവൻ്റെ ഹാർഡ്ഷിപ്സും എല്ലാം ബുദ്ധിമുട്ടിലാവും, അമ്മയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ആശ്രയവുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അവന് 167 മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ അവനെ അനുഗ്രഹിച്ചു. എക്സാമിൻ്റെ കഴിഞ്ഞ് വരുമ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ പറയുമ്പം അവനോട് പപ്പ പറഞ്ഞു നീ ഇനി ഒന്നും ഓർക്കണ്ട, പെട്ടെന്ന് തന്നെ പോയി ഉടമ്പടി എടുത്ത് മാതാവിനെ മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 15 കൊച്ചു വന്ന് ഞാനും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവലിനെ കുറിച്ച് കൊച്ച് പറയും. എൻ്റെ പേര് സാവിയോ. ഞാൻ ചൈനയിൽ MBBS പഠിച്ച ആളാണ്. ഇപ്പോൾ മമ്മി പറഞ്ഞ പോലെ ഞാൻ 3ാമത്തെ വട്ടം പരീക്ഷ ചെയ്തിട്ടാണ് പാസ്സാവുന്നത്.
ആദ്യത്തെ 2 തവണയും പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു. എങ്ങനെയാണ് തോറ്റുപോയി. 3ാമത്തെ വട്ടം എഴുതുമ്പോൾ നമ്മൾ സ്പെഷ്യാലിറ്റി എക്സാമിന് ഒക്കെ MDക്കൊക്കെ എഴുതുന്ന ഒരു എക്സാമിൻ്റെ ഒരു ടഫ്നെസ് ആയിരുന്നു. പക്ഷേ മമ്മിയുടെ പ്രാർത്ഥനയും ഞാൻ ഡിസംബർ 10-ാം തീയതി ഞാനൊരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരായിരുന്നു കോച്ചിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിസംബർ 10-ാം തീയതി ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മമ്മി എല്ലാ ദിവസവും വന്ന് വെള്ളത്തിൽ ഉപ്പും കൃപാസന മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ തരുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ 4 മാസം പഠിച്ചതിനേക്കാട്ടിലും ഒത്തിരി കൂടുതൽ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ പരീക്ഷ പാസ്സായി. മാതാവിന് ഒത്തിരി നന്ദി. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഈ കാശ് രൂപ ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പോൾ മമ്മി എന്നെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാൻറ്റിൻ്റെ ഒരു സൈഡിൽ അകത്ത് ഇങ്ങനെ കാശ് രൂപം തുന്നിക്കെട്ടി ഇങ്ങനെ വെച്ച് തന്നു വിട്ടു. അപ്പോൾ എനിക്കറിയത്തില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ വന്നപ്പോൾ ഞാൻ എത്രയും ചെയ്യണം മാതാവി കാശ് രൂപത്തിലൊക്കെ തൊട്ട് ആൻസർ ചെയ്യാൻ നോക്കി. അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തായാലും പാസ്സായി. മാതാവിന് ഒത്തിരി നന്ദി. മാതാവ് അടിപൊളിയാണ്. എല്ലാവരും മുറുകെ പിടിച്ചോ. അതുപോലെ തന്നെ കൊച്ചു പരീക്ഷ എഴുതുന്ന സമയത്ത് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കൊച്ചിൻ്റെ മൗസിൻ്റെ മുകളിൽ മാതാവ് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഈശോയുടെ ഒരു തുള്ളി തിരുരക്തവും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ്. അദ്ദേഹം വർഷങ്ങളായിട്ട് 20 വർഷത്തോളമായിട്ട് പുകവലിക്കുമായിരുന്നു. പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്മോക്കിങ്ങിനേക്കാളും ഭയങ്കരമായിരുന്നു. ഒരു ദിവസം 3 പാക്കറ്റ് സിഗരറ്റ്സൊക്കെ വലിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പറയായിരുന്നു, ഇത് കുഞ്ഞു കൊച്ചുങ്ങൾ ചോക്ലേറ്റ് തിന്നുന്ന പോലെയാണല്ലോ സിഗരറ്റ് വലിക്കുന്നത്, ഇതെന്താ ഇങ്ങനെയൊന്നും നിർത്താൻ പാടില്ലെന്ന് ചോദിച്ചാലൊന്നും അംഗീകരിക്കില്ലായിരുന്നു. ഭയങ്കരമായിട്ട് വാശിക്ക് സിഗരറ്റ് വലിക്കുന്നത് പോലെയായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഡിസംബറിൽ അദ്ദേഹം മേഘാലയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവധിക്ക് വന്നതിന് ശേഷം ഞാൻ രാവിലെ 5:30 പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നൊന്നും എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്ലോലി പപ്പയ്യ എൻ്റെ കൂടെ വന്നിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊന്ത മാത്രം ചെല്ലാനേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ജനുവരി 8-ാം തീയതി പറയുകയാണ്, ഇന്ന് തുടങ്ങി ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല. അതിനുശേഷം എൻ്റെ ഇവിടെ പുതുക്കാനായിട്ട് വന്നു 10-ാം തീയതി. അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നി. അപ്പോൾ വെളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നുന്നില്ല. അവിടെ ധാരാളം ആൾക്കാർ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, പക്ഷേ വെളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് കാണിച്ചു തന്നതാണ്, ഇനി ഒരിക്കലും ഈ പുകവലിക്ക് നിങ്ങൾ അഡിക്റ്റ് ആവില്ല എന്ന് മാതാവ് കാണിച്ചു തന്നാന്ന് പറഞ്ഞു. അത് വലിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയത്. എല്ലാവർക്കും അറിയാം, 3 പാക്കറ്റ്സ് സിഗരറ്റ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ് ഓരോ ദിവസവും കത്തിച്ച് കളഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് 26 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം മരുന്ന് വാങ്ങിക്കും. അതിനുശേഷം എനിക്ക് യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പല പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഇത് കൾച്ചർ ചെയ്യണം, കാരണം എനിക്ക് പല ആൻറ്റിബയോട്ടിക്സും എനിക്ക് റെസിസ്റ്റൻ്റായി. അവസാനം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനിത് ആൻറ്റിബയോട്ടിക് പോലെ ഞാൻ രാവിലെയും വൈകിട്ടും കഴിക്കുകയാണ്, അമ്മ എന്നെ സുഖപ്പെടുത്തണം. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു വാഷ്റൂമിലൊക്കെ ഇരുന്നിരുന്നത്. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിക്കുന്നത്, ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷം എൻ്റെ യൂറിൻ ക്ലിയറായി. എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശകലം പോലും വേദന അനുഭവപ്പെടുന്നില്ല. അമ്മ മാതാവ് തന്ന വലിയ കാരുണ്യത്തിന് 1000 നന്ദി. അതുപോലെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അത് ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് എൻ്റെ ഇളയ മകൻ പഠിക്കുന്നിടത്തേക്ക് പോകേണ്ടി വന്ന അവന് അസുഖമായത് മൂലം. അപ്പോൾ എനിക്ക് അപ്പോഴും സങ്കടമായിരുന്നു, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ പ്രേക്ഷിത പ്രവർത്തനം ഒന്നും പറ്റില്ല. എല്ലാ ദിവസവും ഞാൻ ധാരാളം ജപമാലകൾ ചൊല്ലി
അതുപോലെ സാക്ഷ്യങ്ങൾ ധാരാളം കേട്ടു, ഒരെണ്ണം പോലും വിടാതെ എല്ലാ സാക്ഷ്യങ്ങളും കേട്ടു, ധാരാളം ആൾക്കാർക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല സുഗന്ധം അനുഭവപ്പെട്ടു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റാണ്, കിച്ചണ്, ഡൈനിങ്, അതെല്ലാം കൂടെ ഒറ്റൊരു വലിയ മുറിയാണ്. അപ്പം ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് നോക്കി ഇത് എവിടെ നിന്നാണ് മണം വരുന്നതെന്ന്. പക്ഷേ എല്ലാ ജനലുകളും കതകുകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകമാണെന്ന്. അന്ന് തുടങ്ങി എനിക്ക് 38 വയസ്സ് തുടങ്ങി ഞാൻ മുട്ടിന്മേൽ നിന്നിട്ടില്ല, മുട്ടിന് വേദന കാരണം. അന്ന് തുടങ്ങി എനിക്ക് കുടുംബ പ്രാർത്ഥന മുഴുവനും മുട്ടേ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ എൻ്റെ കൊച്ചിന് അസുഖമായിട്ടായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ പോയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ ദിവസവും വയറുവേദനയായിരുന്നു. വയറിൽ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, ചങ്കിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ കൊച്ചിന് യാതൊരു വയറുവേദനയുമില്ല. അവൻ നല്ല സുഖമായിട്ട് അവൻ്റെ പഠനവും അതുപോലെ പാർട്ട് ടൈം ജോലിയുമായിട്ട് പോകുന്നു. അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ധാരാളം ഉയർച്ച എനിക്കുണ്ടായി. അച്ഛൻ എന്നാലും ഞാനിപ്പോഴും വിചാരിക്കുന്ന, അച്ഛൻ പറയാറുണ്ട് 4ാം ക്ലാസ്സാണ് എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. എനിക്ക് ഒത്തിരി ജപമാലകൾ ചെല്ലാനും സാക്ഷ്യം കേൾക്കാനും മറ്റുള്ളവരെ കേൾക്കാനുമായിട്ടുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ, പത്രം വിതരണം ചെയ്യാനായിട്ട് എൻ്റെ ഭർത്താവാണ് ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കൊച്ചിൻ്റെ ഉടമ്പടി പത്രം, കൃപാസന പത്രം ഉണ്ടായിരുന്നു, എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോഴത്തെ പത്രം ഉണ്ടായിരുന്നു. എല്ലായിടത്തും പോയി ഞങ്ങൾ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാവർക്കും പത്രം കൊടുത്തു. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആ 90 ദിവസവും നോയമ്പെടുത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഓസ്ട്രേലിയയിലാകുമ്പോൾ ഒത്തിരി നോൺ വെജ് കഴിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നോയമ്പെടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.